ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. ഇന്ന് നമ്മൾ ഇവിടെ കോഴിക്കോട് തന്നെയുള്ള ഈസ്റ്റിയിലുള്ള കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം, ഇവിടേക്ക് പഴശ്ശിരാജ മ്യൂസിയം എന്നും പറയും. പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാറ്റൊക്കെ കൊണ്ട് നല്ല കുറച്ച് കുടുംബങ്ങളായിട്ട് ഫ്രണ്ട്സുകളായിട്ട് പോവാൻ പറ്റുന്ന ഒരിടം. ഞാൻ ത്രീ മോംസ് ഫാമിലിയുടെ കൂടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി. ഞാൻ അവിടെ ഒരു 11 മണിക്കാണ് നമ്മൾ എല്ലാവരോടും എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ എത്തി. ഞാൻ അവിടെ ഇരുന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പോയില്ല. നമ്മൾ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് എല്ലാവരും വരട്ടെ എന്നുള്ള ഇതില് നല്ല നല്ല കാറ്റും നല്ലൊരു തണലൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്ഥലം കേട്ടോ. ഞാൻ ഇത്രയും കാലം ഇവിടെ കോഴിക്കോട് താമസിച്ചിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇനി കേട്ടിക്കണോ വെച്ചാല് ഞാൻ കേട്ടിട്ടുണ്ട് പഴശ്ശിരാജ മ്യൂസിയം. പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ നമ്മള് എന്താ അറിയില്ല, ഇവിടേക്ക് എത്താൻ ഇപ്പോഴാണ് ടൈം ആയതെന്ന് വിചാരിക്കാം. നമ്മളിപ്പോ ഇങ്ങനെ വളരെ ചുരുങ്ങിയ ചെലവില് എവിടെയെങ്കിലും പോവാന്നുള്ള തോന്നിയാൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നും കൂടി പറയാം. നമ്മൾ ഇവിടെ ഒന്ന് ഇരിക്കുന്നതിന് പിന്നെ പൈസ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ മതി, അവിടെയൊക്കെ ഇങ്ങനെ സ്ക്വയറിലൊക്കെ പോയാൽ മതി. അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ഫുഡ് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. വേസ്റ്റ് ഒന്നും അവിടെ ഇടാതെ നമ്മൾ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ പോയ ടൈമിൽ അവിടെ ഓണത്തിന്റെ പിറ്റേന്നായതുകൊണ്ട് അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇടവും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അത് ഗവൺമെന്റിനാണ്. അങ്ങനെ ഇത് ചിത്രശലഭ ഉദ്യാനം എന്ന് പറയും. അവിടെ കുറേ പൂമ്പാറ്റകൾ ഉണ്ടാവും എന്നാണ് ഞാൻ ഇതിനു മുൻപ് നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അത്ര വലിയ ചിത്രശലഭം ഉണ്ടോ ചോദിച്ചാൽ അത് അങ്ങനെ ഇല്ല. കുറേശ്ശൊക്കെ ഉള്ളൂ. എനിക്കൊന്ന് കുറെ മഴയൊക്കെ പെയ്ത് ഇപ്പൊ ഒരു നല്ലൊരു കാലാവസ്ഥ ആണോ ചോദിച്ചാൽ അല്ലല്ലോ. ഇടക്ക് മഴ പെയ്യും, കുറച്ച് വെയിലിറക്കും, അങ്ങനെയുള്ള ഒരു ഇതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അവര് വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഓരോ ഭാഗം നമ്മൾ കാണിക്കുക, ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ കുറച്ചും കൂടി വൃത്തിയായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡൊക്കെ നല്ല ശരിക്കും ഒന്നും കൂടി വൃത്തിയാക്കി കൊണ്ടെടുക്കാണ്. ഇത് അടിപൊളി. നമ്മളെ കൈമൊന്നും കാശിൽ പോവാത്തൊരു സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ പോയിരുന്ന് കഥ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെന്താ അവിടേക്ക് ബസ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാൽപ്പറമ്പിന്ന് ഓട്ടോ പിടിക്കേണ്ടി വരും. നമ്മൾ വണ്ടിയിൽ പോയതിനെ കൊണ്ട് എല്ലാവരും വണ്ടിയിൽ പോയതിനെ കൊണ്ട് അറിയില്ല. വരുമ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പക്ഷെ അവിടെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഈസ്റ്റിലേക്ക് ബസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താണ്, വന്നിരിക്കുമ്പോൾ നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലം വേണം. പിന്നെ നമ്മൾ ഊഞ്ഞാലൊക്കെ കണ്ട പിന്നെ ആരാ ഇരുന്നൊന്നും ആടാത്ത. ഓണത്തിന്റെ കഴിഞ്ഞതിനെ കൊണ്ട് അവിടെയൊക്കെ പൂവിനെ കൊണ്ടൊക്കെ നല്ല അലങ്കരിച്ച ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ ഇരുന്ന് ആസ്വദിച്ചു. പിന്നെ എന്താ, മക്കൾക്ക് അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. അവിടെയും അവർക്ക് കളിക്കാനായി. അപ്പൊ കുട്ടികൾക്ക് വന്നാലും ഇനിയൊരു ചെറിയ സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോയ ഒരു ഇതല്ല. അവർക്ക് അതൊന്നും ഇല്ല. ഇതിങ്ങനെ കുറച്ചൊരു ഫ്രീ ആയിട്ട് അവർക്ക് പിന്നെ കളിക്കാനുള്ള കുറച്ചൊരു നല്ല സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞു ബേബിനെയും കൂടി നമ്മളെ പിന്നെ ഊഞ്ഞാലയിലാട്ടാണ്, തൊട്ടിലയിലാട്ടാന്ന് പറയാൻ പോവാ. ഊഞ്ഞാലയില ആടാണ്. ആടിയപ്പോ അവളെ ഉമ്മന്റെ കൂടെ പിന്നെ ആടി. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര രസം. ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ നല്ല, പിന്നെന്താ വലിയ തിരക്കുമില്ല. ആളുണ്ട്, എന്നാൽ തിരക്കാണോ വെച്ചാൽ കൂടുതൽ സ്ഥലം ഉണ്ടാവുമ്പോ അങ്ങനെയാണല്ലോ. ഓരോരുത്തരും നമ്മളിപ്പോ നമ്മളെ എല്ലാരും കൂടി നിൽക്കുന്ന സ്ഥലത്തല്ലേ നമ്മളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഓരോരുത്തർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ ഓരോ ഭാഗങ്ങളിലായിരിക്കുമ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. നല്ല രസമായിട്ടുണ്ടായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചില ഭാഗത്ത് അതിനു വേണ്ടി വൃത്തികേടും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മള് പുല്ലൊക്കെ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടുത്തെ അല്ലാത്ത പുറത്തത്തെ വീഡിയോകളൊക്കെ ഇടുമ്പോൾ നല്ല വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ചെടികളും പൂക്കളൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടെടുക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. ഏത് ഇനി പൂവില്ലെങ്കിലും ഒരു ഭംഗിയാണ്. ഇത്ര വലിയ ആന്തൂറിയങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടു പോയി. ഇത് പിന്നെ ഇവിടെ അങ്ങനെ ചായക്കട എന്നൊക്കെ ഉണ്ട്. അവിടെ ചായ ഒന്നും ഇല്ല. ഇവിടെ അതേപോലെ 3D ഒരു പിന്നെ തിയേറ്റർ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല. കാരണം അവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറയില്ല, വേറൊരു ടീമിന്റെ പരിപാടി ഉണ്ട്. അവരെ പൂക്കളവും അവരെ ഓണാശംസകളൊക്കെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അവിടെ നടക്കുന്നുണ്ട്, പരിപാടി നടക്കുന്നുണ്ട്. അവിടെ ഡോർ അടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ഹാള് പോലെ ഉണ്ട്. 100 ആൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അധികം റേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 7 രൂപക്കാണ് പറഞ്ഞത്. അപ്പോൾ
തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളു കണ്ടിട്ടില്ല കേട്ടോ. അതിനെ കൊണ്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അവരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇവിടെയുണ്ട് അതിന് വേണ്ടിയത് ഓപ്പൺ സ്റ്റേജ്. അതൊരു സ്റ്റേജ് ആണ് കേട്ടോ. അതേപോലെ ഇവിടെ കണ്ടോ നല്ല വൃത്തിയായിട്ട് അവര്, എനിക്ക് തോന്നുന്നു മഴ ആയതുകൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരായിരിക്കും. അങ്ങനത്തെ ഒരു മഴയല്ലേ, ഒരു ഇന്ന് മഴ ആണെങ്കിൽ നാളെ വെയില്, അങ്ങനെ ഒരു ഇതല്ലേ ആയിരിക്കും. ഒരു വൃത്തിയാക്കി കൊണ്ടുവരാനുള്ള അസൗകര്യം ആയിരിക്കും എന്ന് വിചാരിക്കും. ഈ ഭാഗം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവര് ചെയ്ത് വൃത്തിയാക്കിയതാണോ എന്നറിയില്ല. നല്ല വൃത്തിയായിട്ടുണ്ട്. ഓരോ ഭാഗമായിട്ട് ചിലപ്പോൾ വൃത്തിയായി വരായിരിക്കും. ഇതേപോലെ നല്ല ടാങ്കിൽ കണ്ടോ, അല്ല അതിലൊക്കെ ചെറിയ കുഞ്ഞു ഗപ്പികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാ കാണുന്നുണ്ടോ? അങ്ങനെ ആയിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ എടുത്ത് പറയാനുള്ളത്, ഇത്രയും ചെലവ് കുറഞ്ഞ് നമ്മളൊരു ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. കാരണം നമുക്ക് ഒരാളെ ശല്യമില്ലാതെ കഥ പറഞ്ഞ് ഫ്രണ്ട്സുകളുടെ കൂടെ ആണെങ്കിലും ഫാമിലീന്റെ കൂടെ ആണെങ്കിലും ഇരുന്ന് കഥ പറയാനും, ഇനി പരിപാടി നമ്മൾ പുറത്തൊന്നും ഒരു പാട്ടൊക്കെ പാടിയാലൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാരായതിനെ കൊണ്ട് നമ്മൾ അതിനുള്ളത് നമ്മൾ സംസാരിച്ചിരുന്നപ്പോ തന്നെ പെട്ടെന്ന് നേരം പോയി. കാരണം നമ്മളൊരു 11 മണി 11:30 ആകുമ്പോ എല്ലാവരും എത്തി. പിന്നെ നമ്മൾ അവിടെയൊക്കെ കണ്ട്, പിന്നെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടി, പിന്നെ നമ്മളെ നിസ്കാരം കഴിഞ്ഞ്, പിന്നെ ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഓരോ ടൈം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിലും എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. നമുക്ക് ഓരോ ദിവസങ്ങൾ പോകുമ്പോഴും നമ്മളെ വിലപ്പെട്ട ഒരു ദിവസം, ആ ദിവസം നമ്മൾ എങ്ങനെ ഭംഗിയാക്കുക, എത്ര നന്നായിട്ട് നമുക്ക് ചിരിച്ചിരിക്കുക. ദുഃഖങ്ങളില്ലാത്തൊരു ജീവിതത്തിൽ അല്ലെ, ദുഃഖങ്ങളില്ലാത്തൊരു ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടേതായ ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ ജീവിതം. എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാ പിന്നെ ജീവിതത്തിനൊരു രസം ഉണ്ടാവില്ല. ഞാനും കുറേ കടമ്പകൾ കടന്ന് എത്തിയ ഒരാൾ തന്നെയാണ്. ഇത്രയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര ഫ്രീ ആയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പറയും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ, നമുക്ക് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സ് ഭയങ്കര ഒരു സമാധാനം കിട്ടും. നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എല്ലാവരും കൂടുമ്പോൾ എല്ലാവർക്കും, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ഫോൺ തുറന്നു നോക്കിയാൽ എല്ലാവരും സ്റ്റാറ്റസ് കാണുമ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ ഫ്രണ്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴിയിൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം. അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ എല്ലാവരും കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സമാധാനവും സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. അത് ഫാമിലി ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ആരും ആവട്ടെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൂടെ നമ്മൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം നമ്മൾക്ക് ഒരു ഭയങ്കര ആണ്. കാരണം നമ്മളൊന്നും ചിന്തിക്കൂലല്ലോ, ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഓരോ ദിവസങ്ങളും അങ്ങനെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറേ സന്തോഷങ്ങളും. നമ്മൾ ജീവിക്കുമ്പോൾ ജീവിച്ചോടത്തോളം ജീവിക്കില്ല, ജീവിക്കുന്ന കാലത്ത് സന്തോഷത്തിൽ ജീവിക്കുക. അതാണ് എൻ്റെ പോളിസി. എന്താ വെച്ചാല് ജീവിക്കുന്ന കാലത്ത് നല്ല സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു പോളിസി. അത് വെച്ചിട്ട് അടിച്ചു പൊളിക്കുക വെച്ചിട്ട് നല്ല ഓവറായിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു സമാധാനവും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതാ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയം കേട്ടോ. അപ്പൊ ഇവിടേക്ക് കടക്കാൻ മാത്രമാണ് 30 രൂപ വേണ്ടിയത്. കുട്ടികൾക്ക് 10 രൂപ ഉള്ളൂ കേട്ടോ, വലിയവർക്ക് 30 രൂപ. അതൊന്നും വലിയല്ല. ശരിക്കും ഇത് ഗവൺമെന്റ് കുറച്ചും കൂടിയും ടിക്കറ്റൊക്കെ കുറച്ചും കൂടിയും കൂട്ടും ചെയ്യുക, കുറെ ഒന്നും കൂടി വൃത്തിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമായിട്ട് ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിന്ന് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറേ പുരാവസ്തുക്കൾ ഉണ്ട് കേട്ടോ. അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി, എനിക്ക് ഇങ്ങനത്തൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പൂക്കൾ മാത്രമല്ല, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അറിയാനും, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ അറിഞ്ഞിരിക്കുമ്പോൾ, കുറച്ച് വലിയ അറിഞ്ഞു വെച്ച് തലയിൽ വെച്ചിട്ടല്ല, എന്നാലും അത് കാണുമ്പോൾ ഒരു സമാധാനം. നമ്മളെ പഴയ കാലത്തെ ഓർമ്മകള്, മണ്ണെണ്ണന്റെ വിളക്കൊക്കെ കാണുമ്പോ അല്ലേ, പഴയ കാലത്തെ റാന്തല്, അതൊക്കെ നമ്മള് കോളാമ്പി അങ്ങനത്തെ, പിന്നെ ആ പണ്ടത്തെ പോലീസിന്റെ തൊപ്പി, രാജാവിന്റെ തൊപ്പി, പിന്നെ കയ്യാമോ, ഇതിലൊക്കെ ശരിക്കും പറഞ്ഞിട്ട് ഇവിടെ വേറെ ഒന്ന് വെച്ചാല് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഹിസ്റ്ററിയും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവരെ ഈ ബിംബങ്ങളതൊക്കെ അടിയിൽ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാരാണ് എന്താണെന്നുള്ള താളിയോ പോല ഇതേപോലെ കല്ലിന്റെ മുകളിൽ എഴുതി വെച്ച് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ചിരി വരാം. ഇതിന്റെ മേലെ അവര് അതിന്റെ എങ്ങെന്താണ് എഴുതിയത് എന്നുള്ളതിന്റെ ഇത് മേലെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അത് ഓരോ കാലത്തുള്ള ഓരോ
ഇത് നമ്മൾ കുറെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കാലത്തൊക്കെ ഇതേപോലെ പുരാവസ്ഥയായിട്ട് കുറെ നമ്മളെ മക്കളെ കാലത്ത് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെ. ഇതൊക്കെ അവര് മരിച്ചു കഴിഞ്ഞാൽ അടയാളം വെക്കുന്ന സാധനാന്ന് പറയും. ഒരു വലിയ കുടമുണ്ട്, നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ആ കുടത്തിലാണല്ലോ മരിച്ചാല് വെക്കല്, അസ്ഥിയൊക്കെ വെക്കല് എന്ന് പറഞ്ഞു. ഇത് നമ്മളെ ഫറൂഖിന്നൊക്കെ ഇപ്പൊ ഈ അടുത്ത് കുറച്ച് മുൻപ് കിട്ടിയിട്ടില്ലായിരുന്നു. ആ പുരാവസ്തു ആണ്. അങ്ങനെ അവിടെ ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കണ്ടോ, മാല, മുത്ത്, മാലകളും അതൊക്കെ വില കൂടിയതായിരിക്കും. എന്താ കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ അവിടെ അന്നേരം അവിടെ ഗൈഡ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ഇത് അതേപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ഭാഗമാണ് കേട്ടോ. അവിടാണ് കുട്ടികളെ ചെറിയൊരു പാർക്ക് ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ വന്നിരുന്ന് നമ്മളൊക്കെ അവിടെ ഇരുന്ന് കുട്ടികൾ കുറേ കളിച്ച് അങ്ങനെ നമ്മളൊരു 4 മണി 4:30 ഒക്കെ ആകുമ്പത്തേക്ക് എല്ലാവരും, 4:30 അല്ല 5 മണിയായപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി. ഒരു 5:30 ടൈം ആകുമ്പോൾ എല്ലാവരും വീട്ടിലെത്തിണ്ട്. ഇത്രയും കാറുകൾ കണ്ടോ, ഇത്രയും കാറുകൾ അവിടെ ആൾക്കാർ വന്ന. അപ്പൊ ഞാൻ പറയാം, അത്രയും ആൾക്കാർ വണ്ടിയുള്ളവർക്കാകുമ്പോൾ കുറച്ചും കൂടി സുഖമാണ് കേട്ടോ. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോകുമ്പോൾ വണ്ടിയിൽ കൊണ്ടിയാക്കി തന്നെ വരുമ്പോൾ ഓട്ടോയില് വന്നതായിരുന്നു. നല്ല ഒരു അടിപൊളി സ്ഥലം കണ്ടോ, കുറേ പുരാവസ്തുക്കളൊക്കെ ഞാൻ ഫോട്ടോസ് എടുത്ത. അവിടെ വീഡിയോ അലോഡ് അല്ലാന്ന് പറഞ്ഞു, കുറച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്. ബാക്കിയൊക്കെ ഫോട്ടോ ആണ് കേട്ടോ. ലിപികളാണിത്. നമുക്ക് ഇതൊക്കെ കാണല്ലോ അല്ലെ, അറിയാത്തവർക്കൊക്കെ അറിയല്ലോ. വീട്ടിലിരിക്കുന്നവർക്ക് ഇതൊരു രസമായിക്കോട്ടെ. എങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.